ഒരു പി എസ് സി പരീക്ഷയെ സംബന്ധിച്ച് ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. ഒരു പി എസ് സി പരീക്ഷ എഴുതുന്ന ഓരോ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഒരു സ്വപ്നമാണ് ഉണ്ടാവുക അല്ലേ? ഒരു ദിവസം എൻ്റെ പേരും റാങ്ക് ലിസ്റ്റിൽ കാണണം എന്നുള്ളത്. പക്ഷേ ആ സ്വപ്നത്തിലേക്ക് എത്തുന്ന വഴി എളുപ്പമല്ല കേട്ടോ. പലർക്കും ആദ്യമൊക്കെ വലിയ ആവേശമായിരിക്കും. പുതിയ ബുക്ക് വാങ്ങും, ടൈം ടേബിൾ ഉണ്ടാക്കും, പഠനം തുടങ്ങും. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞാലോ പലരും നിർത്തും. എനിക്കിത് പറ്റുമോ എന്ന വലിയ ചോദ്യം നമ്മുടെ ഉള്ളിൽ കിടന്ന് വലയും അല്ലേ? മാത്രമല്ല, എൻ്റെ പഠനം പോലെ മറ്റുള്ളവർ എന്നേക്കാൾ മുന്നിലാണോ എന്ന ചോദ്യവും വരും. ഇവിടെയാണ് വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഈ പി എസ് സിയിൽ വിജയിക്കുന്നത് ഏറ്റവും ബുദ്ധിമാനായ ആൾക്കാർ മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിലല്ല, സ്ഥിരമായിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാർ മാത്രമേ അത് നേടുള്ളൂ. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. സ്കൂളിലും കോളേജിലും ഒക്കെ നല്ലോണം പഠിക്കുന്നവർ എല്ലാവരും ഇപ്പോൾ ഹൈ ലെവലിൽ എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ആ ടൈമിൽ ഒട്ടും പഠിക്കാത്തവരായിരിക്കും ഇപ്പോൾ ജോലി വാങ്ങിയിട്ടുണ്ടാവുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത സാഹചര്യമാണ്. നമുക്ക് ഒരു സമയം എത്തുമ്പോൾ സ്വന്തമായിട്ട് വരുമാനം എന്നുള്ളത് ആവശ്യത്തെക്കാൾ ഉപരി ഒരു അത്യാവശ്യമായിട്ട് മാറും. ആ സമയത്ത് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മളത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ പറഞ്ഞ് എവിടെ എത്തിയല്ലേ? ഓക്കെ. പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, വ്യക്തമായ ലക്ഷ്യം വേണം. ഏത് പരീക്ഷയാണോ നിങ്ങൾ എഴുതുന്നത്, LDC ആണോ LGS ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടാവണം. ആ ലക്ഷ്യം വ്യക്തമായാൽ പഠനത്തിന് ഒരു ദിശ തന്നെ നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിവസവും കുറച്ച് സമയമെങ്കിലും പഠിക്കുക. എന്ന് വെച്ച് ഒരു ദിവസം 10 മണിക്കൂർ പഠിച്ചിട്ട് പിന്നീട് ദിവസം ഒരു 5 ദിവസം ഒന്നും പഠിക്കാത്തതിനേക്കാൾ നല്ലത് ദിവസവും 2-3 മണിക്കൂർ സ്ഥിരമായിട്ട് പഠിക്കുന്ന കേട്ടോ. PSC ഒരു ദിവസം കൊണ്ട് വിജയിക്കാനുള്ള പരീക്ഷയൊന്നുമല്ല. ദിവസേന ചെറിയ ചെറിയ മുന്നേറ്റമാണ് നമ്മുടെ വലിയ വിജയമായിട്ട് മാറുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് PYQ ചെയ്യലാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്കോർ തിരിച്ചറിയുക എന്നത് മാത്രമല്ല കേട്ടോ. തെറ്റിയ ഭാഗങ്ങൾ ഏതാണോ ആ ടോപ്പിക്ക് മുഴുവനായും പഠിച്ചു തീർക്കാൻ ശ്രമിക്കാം. പിന്നീട് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് തെറ്റാതെ ആൻസർ ചെയ്യാൻ കഴിയണം. ഓക്കെ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് 6 മാസം കൊണ്ട് കിട്ടാം, മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് 2 വർഷമായേക്കാം. അത് നമ്മുടെ ജീവിത സാഹചര്യം പോലെ ആയിരിക്കും. മനസ്സിലായില്ലേ? അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. അതായത് നിങ്ങൾ ഇന്ന് പഠിക്കുന്ന ഓരോ മോക്ക് ടെസ്റ്റും ഓരോ മണിക്കൂറും ഓരോ പേജും നാളെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണെന്ന് ഓർമ്മിക്കുക. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ചാനൽ വഴി തന്നെ കറണ്ട് അഫേഴ്സ് ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. അതിലൊരു ഷോർട്സിൽ തന്നെ 5 ചോദ്യം വെച്ചുണ്ടാകും. ഒരു ദിവസം അപ്പോൾ 15 കറണ്ട് അഫേഴ്സോളം നിങ്ങൾക്ക് കിട്ടും. ഷോർട്സ് ആയതുകൊണ്ട് തന്നെ ലോങ് വീഡിയോനെ അപേക്ഷിച്ചിട്ട് ബോറടി ഉണ്ടാവില്ല. അതുപോലെ 10th പ്രിലിംസ് പരീക്ഷയ്ക്കായിട്ട് ഞാനൊരു റാപ്പിഡ് റിവിഷൻ നോട്ട്സും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ പറയാനുള്ളത്, ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും അറിയിക്കണേ. കറണ്ട് അഫേഴ്സും റാപ്പിഡ് റിവിഷൻ നോട്ടും ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക്